ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങിത്തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50% തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം, അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്ത് നിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 അതിൽ ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ, ഗവൺമെൻറ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. ഈ എഗ്രിമെൻറ്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനകത്ത് ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC ആണ്. ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു വലിയ വിവാദം ഉണ്ടായിരുന്ന കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷേ ഇതിൻ്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങളിത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്. ഇത് 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ, 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. ജനങ്ങൾ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്. 28 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടിക്ക് കിട്ടുന്ന ഒരു ഇതിൽ ഇപ്പം 8,000 രൂപ ശരാശരി കിട്ടുമെന്ന് പറയുമ്പോൾ 42 രൂപ ഒരു കിലോമീറ്ററിന് ഏണിങ്സ് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നത് 27 രൂപ, 26 രൂപയായിരുന്നു. ഇപ്പോഴത് 42 വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPK കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും, പോത്തൻകോട് താമസിക്കുന്നവരെയും, ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും, നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല, ഞങ്ങളുടെ സർക്കാരിന് കഴിയില്ല. അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്ത് തരികയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ, ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഒക്കത്തില്ല. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ